ഹലോ ഫ്രണ്ട്സ്, പാലക്കാട് നിവേദ്യ ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ചട്നിപ്പൊടിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഞങ്ങൾ കൂട്ടിക്കഴിക്കാവുന്ന പൊടിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് കുരുമുളക്, ഒരു 1.5 സ്പൂണോളം വരുന്ന കുരുമുളക്, ഇത് 2 ചെറിയ കഷ്ണം കായം, വെള്ളം ഉഴുന്നാണത്, ഒരു സ്പൂണോളം വരും വെള്ളം ഉഴുന്ന. പിന്നെ ഇത് വെന്തയാണ്, ഉലുവ അതൊരു 3/4 ടീസ്പൂണോളം വരും. തോരപ്പരിപ്പ് ഒരു സ്പൂണോളം വരുന്നത്. അതൊക്കെ ഞാൻ കൈയളവാണ്, എന്നാൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 10-12 വരുന്ന വറമുളക്. എരിവിനാവശ്യമായിട്ടുള്ള എരിവ് കുറവ് കഴിക്കണമായിരുന്നെങ്കിൽ വറമുളകുള്ള എണ്ണം കുറയ്ക്കുക, കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കുക. ഇത് നാഴി പുഴങ്ങലരിക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കുക. നാഴി എന്ന് വെച്ചാൽ ഒരു 300 ഗ്രാമോളം തൂക്കം വരും. ഇതാണ് നമ്മൾ ചോറ് വയ്ക്കാൻ അരി അളന്നെടുക്കുന്നത് നാഴി. ഇനി അത് ഉണ്ടാക്കിയത് വേറെ എവിടെയൊക്കെ പല അളവിലായിരിക്കും എടുക്കുക, ഗ്ലാസിൻ്റെ അളവിലേക്ക്. ഞാൻ ഇതേ അളവിലാണ് വീട്ടിലെടുക്കുക. ഞാൻ പറയുന്നത് ചട്ടി ചൂടാകുമ്പോൾ ഉഴുന്നിടുക, അതിനോടൊപ്പം തന്നെ പരിപ്പ് ഇടുക. പെട്ടെന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനോടൊപ്പം തന്നെ അരിയും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഓരോന്ന് പൊട്ടി വരും. നല്ല ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അരിയൊക്കെ പൊള്ളി വരും. പൊള്ളി വരുന്ന സമയത്ത് നമ്മൾ മറ്റു ഐറ്റംസ് അതുപോലെ ഇടാമെന്നാണ്. ഇത് കായമാണ്. ഇത് നല്ലോണം ഇളക്കുക. നല്ലോണം പൊള്ളി വരുന്ന സമയം, മുക്കാലും പൊള്ളി വരുമ്പോൾ ഇത് വെന്തയം. അരി മുക്കാലും പൊള്ളി വരുന്ന സമയം അതുപോലെ വറമുളക്, കുരുമുളക്, കറിവേപ്പില ഇതൊക്കെ ഇടുക. ഫസ്റ്റ് വറമുളക് ഇട്ട് വെച്ചാൽ കരിഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ അവസാനം ഇടുന്നത്. നല്ലോണം ഈ ചൂട്ടിൽ തന്നെ അത് നല്ലോണം ആവും, നല്ല മണമൊക്കെ വരും. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കണം. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം അവസാനം ഇളക്കുമ്പോൾ. വറമുളക് ഇട്ട് കഴിഞ്ഞ ശേഷം കരിയാതിരിക്കാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. തണുത്തതിന് ശേഷം മാത്രം പൊടിക്കുക. തണുത്തതിന് ശേഷം തണുത്തിട്ടുണ്ട് അത് പൊടിച്ചെടുക്കുക. അത് നമ്മൾ നല്ലപോലെ പൊടിച്ചെടുക്കുക. നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും എണ്ണക്കടികൾക്ക് മാത്രമല്ല, അത്യാവശ്യം നമ്മൾ കഞ്ഞിയൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ എണ്ണ ചാലിച്ചിട്ട് കഴിക്കുന്നവരുണ്ട്. കുട്ടികൾക്ക് നല്ല ഇഷ്ടവും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.